ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജലഹരി കേസിൽ കുടുക്കിയ കേസിൽ മുൻ എക്സൈസ് ഇൻസ്പെക്ടർ കെ സതീഷിനെ പോലീസ് ചോദ്യം ചെയ്തു. വ്യാജ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യം ക്രൈംബ്രാഞ്ച് ചോദിച്ചറിഞ്ഞു. ഷീല സണ്ണിയുടെ മകൻ സംഗീത ഒളിവിലാണ്. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, വിശദാംശങ്ങൾ എന്താണ്? ലഭ്യമാകുന്ന വിവരങ്ങൾ ശ്രീകാന്ത്. ഈ അന്വേഷണ സംഘം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുൻ എക്സൈസ് ഇൻസ്പെക്ടർ കെ സതീഷിനെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. അതായത് ഈ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് ആ 72 ദിവസം ആ വീട്ടമ്മ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം വന്നത്. അതും ഒരു വ്യാജ കേസിൽ. ആ ഉദ്യോഗസ്ഥനെ ഇപ്പോൾ വിരമിച്ചയാളാണ് ചോദ്യം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത്. വ്യാജ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യം ക്രൈംബ്രാഞ്ച് ഇയാളിൽ നിന്നും ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. മുഖ്യപ്രതി നാരായണദാസിന്റെ ഇടപെടലിൽ കെ സതീഷ് മൊഴിയും നൽകിയിട്ടുണ്ടെന്നാണ് കിട്ടുന്ന വിവരം. പക്ഷേ ഈ നിമിഷം വരെയും ഈ നാരായണദാസ് എന്ന് പറയുന്ന കക്ഷിയെ പിടികൂടാൻ നേരത്തെ എക്സൈസിനും കഴിഞ്ഞില്ല, ഇപ്പോൾ പോലീസിനും കഴിഞ്ഞില്ല. മറ്റൊന്ന്, ഇതിലെ പ്രധാനപ്പെട്ട ആരോപണ വിധേയരിൽ ഒരാളായ ലിവിയ ദുബായിലേക്ക് കടന്നു എന്നുള്ളതാണ് വിവരം. പോലീസ് ഈ കേസ് ഏറ്റെടുത്തതിന് പിന്നാലെയാണ് ഇവർ ദുബായിലേക്ക് കടന്നത്. ഷീല സണ്ണിയുടെ മരുമകളുടെ അനുജത്തിയാണ് ലിവിയ. ഇതേസമയം ഷീല സണ്ണിയുടെ മകൻ സംഗീതും ഇപ്പോൾ രാജ്യം വിട്ടു എന്ന വിവരം വരുന്നുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല. അയാൾ ഒളിവിലാണ് എന്നുള്ള കാര്യം അന്വേഷണ സംഘവും സ്ഥിരീകരിക്കുന്നു. ഇവർക്കെല്ലാം ഈ വീട്ടമ്മ ജയിലിലായതിന് പിന്നിൽ നേരിട്ടോ അല്ലാതെയോ ബന്ധമുണ്ടെന്നാണ് സംശയിക്കുന്നത്. വല്ലാത്ത കേസാണിത്. മകൻ അടക്കം അമ്മയ്ക്കെതിരായി നിന്നു എന്നുള്ളതാണ് ഇതിലെ പ്രസക്തമായ കാര്യം. പോലീസ് ഈ കേസ് അന്വേഷിച്ച് തെളിയിക്കട്ടെ എന്ന് കാത്തിരുന്ന് കാണാം. എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഷീല സണ്ണിയെ വ്യാജലഹരി കേസിൽ കുടുക്കിയ കേസിൽ മുൻ എക്സൈസ് ഇൻസ്പെക്ടർ കെ സതീഷിനെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു എസ് ശ്രീകാന്ത്.